കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നക്ഷബന്ദിയ ത്വരീഖത്തിൽ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങളെന്ന് മുൻ അംഗങ്ങൾ. ഇപ്പോഴത്തെ ഗുരുവായി കണക്കാക്കുന്ന ഷാഹുൽ ഹമീദിന് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്താലും അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യും. പിന്നെ മാപ്പപേക്ഷയുമായി ദിവസങ്ങളോളം ഗുരുവിന്റെ വീടിന് മുന്നിൽ നിൽക്കണം. മാനസിക സമ്മർദ്ദത്താൽ പ്രസ്ഥാനത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് മലപ്പുറം കിഴിശ്ശേരി സ്വദേശി സിറാജുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളി പുത്തൻവീട് നക്ഷബന്ദിയ ത്വരീഖത്തിൽ ഇപ്പോഴത്തെ ഗുരു ഷാഹുൽ ഹമീദിനെ ഇക്കാക്ക എന്നാണ് അനുയായികൾ വിളിക്കുന്നത്. ഇക്കാക്കയുടേത് അവസാന വാക്കെന്ന് മുൻ അംഗങ്ങൾ പറയുന്നു. കുട്ടികളുടെ പഠനം, വ്യാപാരം, ഭൂമി വിൽപ്പന, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നേതാവിൻ്റെ തീരുമാനമാണ് നടപ്പാവുക. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ കല്യാണം കഴിയാതെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കണമെന്നും അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലിപ്പോൾ വാപ്പക്കും ഉമ്മക്കും ഇത് വലിയ വിശ്വാസമാകുമ്പോൾ അവർ പറയും ഇക്കാക്കക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. നേതാവിന് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ സസ്പെൻഷൻ ഉണ്ടാവും. പിന്നെ തിരിച്ചെടുക്കുന്നതിന് നേതാവിൻ്റെ വീടിന് മുന്നിൽ ദിവസങ്ങളോളം കാത്തു നിൽക്കണം. ഇപ്പം തന്നെ 12 ആളെ സസ്പെൻഡ് ചെയ്തത്. അതിലിപ്പോൾ 4 ആൾക്കാർ അവിടെ പോയി നിന്ന് കയറ്റിയിട്ടുണ്ട്. ഇനി 8 ആൾ അത് അവിടെ ഗേറ്റിങ്ങ് പോയി നിൽക്കണം. അങ്ങനെ കുറേ നിൽക്കുമ്പോൾ ചിലപ്പോൾ മൂപ്പര് വിളിക്കും. ദിവസങ്ങൾ നിൽക്കണം. മാനസിക സമ്മർദ്ദം കാരണം പ്രസ്ഥാനത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിനാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്നും സിറാജുദ്ദീൻ പറയുന്നു. 1921 ഇതിൻ്റെ തുടക്കം കൊടുവള്ളിയിൽ. അവിടെ നിന്നിട്ടൊരു 1000 ആൾ പോലും മരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൽ 12 ആത്മഹത്യ നടന്നു. 2-3 കൊല്ലമായി. ഫിറോസ് പറഞ്ഞ ഒരാൾ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു. അയാൾ 1.5 കൊല്ലത്തിലധികം സസ്പെൻഡിൽ നിന്ന ആളാണ്. അത് മാത്രമല്ല, അയാളൊരു ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ആളാണ്. അപ്പം അയാളൊക്കെ ഒന്ന് പെട്ടെന്ന് വേഗം ചേർക്കണ്ടേ, പക്ഷെ അത് ഇവർ ചെയ്തില്ല. അതേസമയം ഇതെല്ലാം പ്രസ്ഥാനത്തിന്റെ നിയമങ്ങളാണെന്നും ഇഷ്ടമില്ലാത്തവർക്ക് വിട്ടുപോകാമെന്നുമാണ് നക്ഷബന്ദിയ പുത്തൻവീട് ത്വരീഖത്ത് ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ ഇങ്ങനെ വിട്ടുപോകുന്നവരെ കുടുംബവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. ഇതാണ് പലരെയും ത്വരീഖത്തിൽ തുടരാൻ നിർബന്ധിക്കുന്നത്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.